UDF പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ വലിയ ആത്മവിശ്വാസമുണ്ടെന്ന് മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ ബെന്നി ബെഹനാൻ. സമൂഹത്തിന്റെ സമസ്ത മേഖലയെയും സ്പർശിക്കുന്നതാണ് പ്രകടന പത്രികയെന്നും സിൽവർ ലൈൻ പോലുള്ള പദ്ധതികൾ നടപ്പാക്കില്ലെന്നത് UDF തീരുമാനമാണെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിനെ നേരിടാൻ വലിയ സജ്ജീകരണങ്ങൾ തന്നെയാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ UDFിന്റെ മാനിഫെസ്റ്റോ പുറത്തിറക്കിയിരിക്കുകയാണ്. അതിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ബെന്നി ബെഹനാൻ നമ്മോടൊപ്പം ചേരുകയാണ്. സമസ്ത മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക അത് തന്നെയാണോ ഇത് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്? ഞങ്ങൾ ഈ പ്രകടന പത്രികയിൽ കാണുന്നത് കേരളം സമസ്ത മേഖലയിൽ തകർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണം എല്ലാ മേഖലയും തകർന്നു. ജനങ്ങൾ നിരാശരാണ്, ജനങ്ങൾ വീർപ്പുമുട്ടുന്നു. അതുകൊണ്ട് ജയിക്കുക എന്നതോടൊപ്പം തന്നെ തകർന്ന കേരളത്തെ വീണ്ടെടുക്കുക എന്നതാണ് UDFിന്റെ തീരുമാനം. ആ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ആത്മവിശ്വാസത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തുമ്പോൾ ഞങ്ങൾ ഇന്നിവിടെ പ്രഖ്യാപിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള നിശ്ചയദാർഢ്യമാണ് ഞങ്ങൾക്കുള്ളത്. നിശ്ചയദാർഢ്യമാണ് ഒരു ഭരണകൂടത്തിന് ആവശ്യം. ആ നിശ്ചയദാർഢ്യത്തോടു കൂടി ഞങ്ങൾ നടപ്പാക്കും. നമ്മുടെ എല്ലാ മേഖലയും ഞാൻ അതിൻ്റെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് തന്നെ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ചില സംശയങ്ങൾ ചില കോണുകളിൽ നിന്ന് പറയുന്നു ഇതൊക്കെ നടപ്പാക്കാൻ കഴിയുമെന്ന്. ഇത് വാഗ്ദാനമല്ല. കാര്യം ഞങ്ങൾക്ക് UDFിന് ഒരു പാരമ്പര്യമുണ്ട്. ഒരു ഭരണകൂടത്തിന് വേണ്ടത് എന്താ? തീരുമാനം, ആർജവം, നിശ്ചയദാർഢ്യം. അങ്ങനെ വന്നാൽ ഏത് സാമ്പത്തിക പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയും. പണം ഇന്ന് വികസന കാര്യങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. അപ്പോൾ അതിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ ഓപ്പോസിഷൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം നിലവിൽ KSRTC ലാഭത്തിലേക്ക് എത്തിയതിന്റെ കണക്കുകൾ നിരത്തിക്കൊണ്ട് ആണ് അവർ പറയുന്നത്. അതായത് ഈ സൗജന്യ യാത്ര എന്നതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും വീണ്ടും KSRTC നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിലൊരു ആക്ഷേപമായി ഉന്നയിക്കുന്നത്. അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ ഗ്യാരണ്ടി പദ്ധതി നടപ്പാക്കിയത് കേരളത്തിൽ മാത്രമല്ല, കർണാടകത്തിൽ, തെലങ്കാനയിൽ ഇത്തരം പദ്ധതികൾ ഞങ്ങൾ പ്രഖ്യാപിച്ചു. അവിടെയെല്ലാം ഇത് വിജയകരമായി നടപ്പാക്കുന്നു. ആ മാതൃക ഞങ്ങൾ ഇവിടെ സ്വീകരിക്കും, ഞങ്ങൾ നടപ്പാക്കിയിരിക്കും. ഈ ലൈറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാണ്. ലൈഫ് പദ്ധതി നേരത്തെ പറഞ്ഞു. ഞങ്ങൾ ലൈഫ് പദ്ധതി എന്ന നിലയിലല്ല, ഞങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിന്നപ്പോൾ 5 ലക്ഷം വീട് വെച്ചു കൊടുത്തു പല പദ്ധതിയിലൂടെ. ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം വീട് വെച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പം പറയുക എന്നുള്ളതല്ല, പദ്ധതിയുടെ പേരല്ല, പദ്ധതി നടപ്പാക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ഈ ലൈറ്റ് മെട്രോയുടെ കാര്യമാണ് ചോദിച്ചത്. തിരുവനന്തപുരം അതോടൊപ്പം തന്നെ കോഴിക്കോട് നഗരങ്ങളിലേക്ക് ലൈറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു എന്ന് പറയുന്നു. നേരത്തെ ഇപ്പോൾ നിലവിൽ സർക്കാർ പറഞ്ഞ സിൽവർ ലൈൻ പദ്ധതിയെ അതിശക്തമായി എതിർക്കുമെന്ന് പറയുന്നു. UDF അധികാരത്തിലെത്തിയാൽ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമി ഡീനോട്ടിഫൈ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു തുറന്ന പോരിലേക്ക് കടക്കുന്ന രീതിയിലാണ്. അത് പോരല്ല, അപ്രായോഗികമായ പദ്ധതി പറഞ്ഞ് കേരളത്തിന്റെ ഇക്കോളജിയെ, കേരളത്തിന്റെ മറ്റ് സാമൂഹ്യ രംഗത്തെല്ലാം തകർക്കാൻ പോകുന്നൊരു പദ്ധതി ഞങ്ങൾ ഇന്ന് മാത്രമല്ല, ഞങ്ങൾ ആ പദ്ധതി നേരത്തെ എതിർത്തിരുന്നു. ഏതായാലും അത് തന്നെയാണ് ഉറച്ച തീരുമാനം, ഒരു സംശയവും വേണ്ട. ഏതായാലും അത് തന്നെയാണ് UDFിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. വളരെ വലിയ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ആ പ്രകടന പത്രികയിൽ UDF പറയുന്നുമുണ്ട്. അതെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കും എന്നുള്ളതാണ് UDF നേതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം.